സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനുള്ളത് എവിടെയെന്നറിയാമോ? ഇന്ന് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് വീടുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏകദേശം തൊട്ടടുത്തായിട്ടൊക്കെ വീടുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അതെ, വെറും 5 മിനിറ്റ് യാത്രയിൽ ഫേസ് 2യുടെ അടുത്ത്, അതായത് ഇൻഫോ പാർക്ക് ഫേസ് 2യുടെ അടുത്ത് നമുക്കൊരു അടിപൊളി ഒരു 4 വീടുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന എലിവേഷനിലേക്കുള്ള വീടുകളാണ്. ഈ കാണുന്ന വീട് നിലവിൽ സെയിലായതാണ്. അപ്പോൾ ഇതിന് തൊട്ട് ചേർന്നായിട്ടുള്ള ഈ സെയിം ഡിസൈനിങ്ങിലുള്ള വീടാണ് ഇനി നമുക്കത് സെയിലിനായിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഈ കാണുന്ന 2 വീടുകൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ചെറിയ ഏകദേശം ഒരു കുറച്ച് വർക്ക് ബാലൻസ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ നമ്മൾ അത് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്ന വീട് എന്ന് പറയുന്നത്, ഈ കാണുന്ന 2 വീട് എന്ന് പറയുന്നത് ഏകദേശം 5.5 സെന്റ് സ്ഥലം, 2100 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ്. അതുപോലെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ സർവൻറ്റ് റൂമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ കാണുന്ന 2 വീടുകളാണ്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടാം. ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് 4.25 സെന്റ് സ്ഥലം. ആ കാണുന്ന വീട് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 സെന്റ് സ്ഥലമുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ ഇതും 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇത് 2100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം കളക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന പാടത്തിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ കാണുന്ന ഫേസ് 2യുടെ അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ കടപ്പക്കല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. 5 സെന്റ് സ്ഥലമുണ്ട്. 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു എലിവേഷനാണ്. ബോക്സി ടൈപ്പ് ഡിസൈനിങ്ങിലുള്ള വീടാണ്. കിണർ സൗകര്യമൊക്കെ ഉണ്ട്. നല്ല കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ 5 സെന്റ് സ്ഥലത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ ഭാഗത്ത് കിണറിന്റെ സ്ഥാനം വരുന്നത് 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ. ലിവിങ് സ്പേസ്, അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ലിവിങ് സ്പേസ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് TV യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് താഴെ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം കാണാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെയായിട്ട് ലിവിങ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ജാഗ്വറിന്റെ വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് അത് നല്ല രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കി നല്ല അടിപൊളി ഡിസൈനിങ്ങിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ്. പി-ഗാർഡിന്റെ ആണ് വയറിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ 2-4 സൈസോളം വരുന്ന ടൈലുകൾ ഇവിടെ വിരിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കളർ ഷെയ്ഡിങ്ങോളം വരുന്ന ടൈലുകൾ തന്നെയാണ്. അത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മോഡേൺ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ നാനോ വൈറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റ്സ് ആണെങ്കിലും കബോർഡ് വർക്കുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മൾട്ടിവുഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ സിങ്കിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം സ്പേസ് കൊടുത്ത് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്ര സ്പേസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലേ. ഇവിടെ ആയിട്ടാണ് ഇടതും വലതുമായിട്ട് 2 ബെഡ്റൂം. ഇത് ആദ്യത്തെ ബെഡ്റൂം ഏകദേശം ഒരു 10-10ഓളം സൈസോളം വരുന്ന ബെഡ്റൂംസ് ആണ്. വാൾറോബ് ഈ ഒരു ഭാഗത്ത് വാൾറോബിന്റെ സ്ഥാനം വരുന്നത് തൊട്ട് ചേർന്ന ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ആണ്. അതുപോലെ ഇവിടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് വാൾറോബിന്റെ സ്ഥാനം, സീലിംഗ് വർക്ക് ആണെങ്കിലും പ്രൊഫൈൽ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് ബാത്റൂം സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പൊ ഇനി നമുക്ക് മേളിലെ അപ്പർ ലിവിങ്സ് ആ ഒരു ഏരിയയിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ
തടിയിൽ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ തടി വെച്ചാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ 3 പാളിയുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പർ ലിവിംഗ് സ്പേസ്, ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. സീലിംഗ് വർക്ക് ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. അപ്പൊ കയറി വരുമ്പോ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4ാമത്തെ ബെഡ്റൂം. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അതും അറ്റാച്ച്ഡ് ആണ്. വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കേട്ടോ. യൂട്ടിലിറ്റി ഏരിയ നല്ല കവേർഡായിട്ട് ചെയ്തിട്ടില്ല എങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് മേളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ബാൽക്കണി ആണ്. ശരിയാവാ, അതിവിശാലമായിട്ടുള്ള ബാൽക്കണി അല്ലേ. അപ്പൊ ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 5 മിനിറ്റ് യാത്രയിൽ കിട്ടിലൻ ഒരു പ്രോപ്പർട്ടി. ഇത് ഇൻഫോ പാർക്ക് ഫേസ് 2 അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് തൊട്ടടുത്തായിട്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തൊക്കെ വീടുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 5 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 97 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ആ ഒരു പ്രോപ്പർട്ടിയും നമുക്ക് 97 ലക്ഷം രൂപയാണ് ഇതും വരുന്നത്. അത് 4.25 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറമുള്ള പ്രോപ്പർട്ടി വിറ്റുപോയതാണ്. അതിന് തൊട്ടപ്പുറമുള്ള വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഒരേ എലിവേഷൻ ആണ്, ഒരേ സെന്റ് ആണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 1,07 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. ഈ ഒരു കാണുന്ന പ്രോപ്പർട്ടി ഒക്കെ നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ചോ. ആ വീടിന്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.